ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ട്രഷേഴ്സ്. ഞാൻ ഇന്നിവിടെ വളരെ സ്പെഷ്യലായ മീൻ കറിയുടെ അതേ രുചിയിലുള്ള ഒരു വെജിറ്റബിൾ കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ കറി വളരെ ഒരു സ്പെഷ്യലായ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുതന്നെയാണ് ഈ കറിയുടെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നതും. നമുക്ക് എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഒരു 3 കഷ്ണം കുടംപുളി നല്ല പോലെ കഴുകിയിട്ട് വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെക്കണം. ഞാനിവിടെ 2 സവാളയും 2 പച്ചമുളകും 4 തക്കാളിയുമാണ് പ്രധാനമായും എടുത്തിരിക്കുന്നത്. ഒരു അരമുറി തേങ്ങ ഞാൻ ചിരവി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 6-7 വറ്റൽ മുളകും കൂടെ ഇട്ട് പിന്നെ ഒരു 4 കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അതുപോലെ നമ്മൾ സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒന്ന് കീറിയിട്ടിട്ടുണ്ട്. അതുപോലെ തക്കാളിയും കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ല പോലെ നമ്മൾ കൈകൊണ്ട് തന്നെ തിരുമ്മി ചേർക്കണം. ആ കൈകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ് നല്ല പോലെ വർദ്ധിക്കുന്നത്. ഇതുപോലെ കൈകൊണ്ട് നല്ല ബലത്തിൽ തിരുമ്മി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 കപ്പ് വെള്ളവും അതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട ആ കുടംപുളിയും കൂടെ ചേർത്ത് വേണം നമ്മൾ അടുപ്പത്ത് വെക്കാനായിട്ട്. തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റോളം നേരം മൂടി വെച്ച് തീ കുറച്ച് വേവിക്കണം. ആ ഒരു സമയത്ത് നമുക്ക് തേങ്ങ നല്ല പോലെ അരച്ച് ചേർക്കാനായിട്ട് റെഡിയാക്കാം. തേങ്ങ നല്ല പോലെ അരച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയും സവാളയും ഒക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി തിളപ്പിക്കുക. അതുപോലെ നമുക്ക് ഉപ്പ് കുറവുണ്ടെന്ന് തോന്നിയാൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു 3 വെളുത്തുള്ളി ചതച്ചിട്ട് ചേർക്കുന്നുണ്ട്. തൊലിയോടുകൂടെ ചതച്ചാണ് ചേർക്കുന്നത്. നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റ് വർദ്ധിപ്പിക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ. അതിനുശേഷം ഒരു 3 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മളൊരു 3 വറ്റൽ മുളക് കൂടി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കടുക് പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം നമ്മുടെ കറി ഒന്ന് മൂടി വയ്ക്കുന്നത് അതിൻ്റെ ടേസ്റ്റും മണവും ഒക്കെ വർദ്ധിക്കാൻ ഇടയാക്കും. അപ്പോൾ ഏതൊരു കറിയാണെങ്കിലും നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ മീനില്ലാത്ത മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു. ബൈ.